ഹലോ ഫ്രണ്ട്സ്, Dji Mavic മിനിൻ്റെ 2-3 വീഡിയോ നമ്മൾ ചെയ്തു. ആദ്യത്തെ റിവ്യൂ ചെയ്തു, 4K വീഡിയോ എടുത്ത് നോക്കി, പിന്നെ എത്ര ദൂരം ഫ്ലൈ ചെയ്യുന്നു നമ്മൾ നോക്കി. ഇനി നമുക്ക് ശരിക്കും വരാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ബേസിക് മുതൽ നമുക്ക് എങ്ങനെ ഫ്ലൈ ചെയ്യാം, അതിൻ്റെ ഫ്ലൈ മോഡുകൾ എന്തൊക്കെയാണ്. പക്ഷെ അത് ചെയ്യാൻ നമുക്ക് ഈ ലോക്ക്ഡൗണും ടൈറ്റൊക്കെ ആയ കാരണം നല്ലൊരു സ്ഥലത്ത്, ഒരു ഭംഗിയുള്ള സ്ഥലത്ത് പോയിട്ട് ചെയ്താലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ, ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പോകാൻ വയ്യല്ല, വെറുതെ പോലീസിൻ്റെ തല്ലോളാണ് നേരം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ വീഡിയോ ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേര് Dji Mavic Mini 2 വാങ്ങിയവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ, പ്രത്യേകിച്ചും ഇതുപോലത്തെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ഈ ബാറ്ററി എങ്ങനെ നമ്മൾ സൂക്ഷിച്ച് വെക്കും, അതല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ഇതിൻ്റെ ബാറ്ററി നമ്മളെങ്ങനെ നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ishoot ഫോട്ടോഗ്രാഫി. നമ്മുടെ DJIൻ്റെ ഡ്രോണുകൾക്കൊക്കെ ഉള്ള ബാറ്ററി ഇൻ്റലിജൻറ്റ് ബാറ്ററികളാണ്, ബുദ്ധിയുള്ള ബാറ്ററികളാണ്, ഇൻ്റലിജൻറ്റ് ബാറ്ററി. ഈ ബാറ്ററിൻ്റെ ഉള്ളിൽ ചിപ്പ് ഉണ്ട്, അതിൽ കുറച്ച് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് വെച്ചു, ഇപ്പോൾ നമ്മൾ വർക്കിനിടാൻ വേണ്ടി ഫുൾ ചാർജ് ചെയ്ത് വെച്ചു, നമ്മൾ വർക്കിനൊന്നും പോയില്ല. 2-3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് ചാർജ് കുറഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ ബാറ്ററി വീക്ക് ആയതുകൊണ്ടല്ല, ഇതിനുള്ളിലുള്ള ഒരു സിസ്റ്റം, ഇൻ്റലിജൻറ്റ് സിസ്റ്റം നമ്മുടെ ബാറ്ററി നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചാർജ് കുറച്ച് വെക്കും. കാരണം ഇതുപോലുള്ള ബാറ്ററികളും ലൈപ്പോ ബാറ്ററികളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഏകദേശം 60 to 80% ചാർജിനുള്ളിലാണ് നിൽക്കേണ്ടത്. ആ ചാർജാണ് ബാറ്ററിയിൽ വേണ്ടത്. ഫുൾ ചാർജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ബൾജായിട്ട് പൊട്ടിപ്പോവും, അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അതല്ലാതെ നമ്മൾ ചാർജ് കുറച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഓട്ടോമാറ്റിക് സ്ലീപ്പായി പോയാൽ പിന്നെ അത് വേക്കപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അപ്പോൾ ബാറ്ററി പുതിയത് വാങ്ങേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്കൊരു മീഡിയത്തിൽ കുറച്ച് മുകളിലായിട്ട്, പകുതിയിൽ നിന്ന് കുറച്ച് മുകളിലായിട്ടാണ് സാധാരണ ഇങ്ങനത്തെ ബാറ്ററികളിലൊക്കെ നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് ഈ ബാറ്ററി ഇൻ്റലിജൻറ്റ് ബാറ്ററിനെ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കിക്കോളും. അതിനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഇതിപ്പോൾ മാവിക് എയറിൻ്റെ ബാറ്ററിയാണ്. മാവിക് എയറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ മാവിക് പ്രോൻ്റെ DJI ഫാൻറ്റത്തിൻ്റെ ഒക്കെ ബാറ്ററി ആണെങ്കിൽ അതിന് ബട്ടൺ വരുന്നുണ്ട്. ബട്ടൺ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബട്ടൺ നമ്മളിപ്പോൾ ഓഫായി കഴിഞ്ഞാൽ ബാറ്ററിയുമായിട്ട് നമുക്ക് യാതൊരു കണക്ഷനും ഇല്ല, ഇത് ഓഫാണ്. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററി നമ്മളിപ്പോൾ ഒരു ഡ്രോണിൻ്റെ ഉള്ളിൽ വെച്ച് വിചാരിച്ചിട്ട് വലിയ അപകടം ഉണ്ടാവില്ല, ബാറ്ററിക്ക് ഒന്നും ക്ഷീണം ചെയ്യില്ല. കാരണം ബാറ്ററി ഓഫ് ആയതുകൊണ്ട് ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ഫ്ലൈ ചെയ്യാനോ ഉപയോഗിക്കില്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യും. പക്ഷേ നമ്മുടെ Dji Mavic Mini 2ൻ്റെ ബാറ്ററി ഇതിൽ ഒരു ബട്ടണൊന്നും വരുന്നില്ല. കാരണം ഇതിൽ ബട്ടൺ ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനോ ബട്ടൺ ഇല്ല. നമ്മൾ കേസിലെടുത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, ഡ്രോണിലിടും, ഡ്രോണിലെ ബട്ടൺ ഓൺ ചെയ്യും, അങ്ങനെയാണ് ഫ്ലൈ ചെയ്യുന്നത്. ഇതിലൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റബ്ബർ ബാൻഡ് എന്തിനാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ മാവിക് മിനിൻ്റെ ബാറ്ററിയൊക്കെ നമ്മളിപ്പോൾ സാധാരണ സ്റ്റോർ ചെയ്യുന്നത് ഈ കേസിൽ തന്നെ വെക്കുക ചെയ്യാം. ചാർജ് ചെയ്യും, എല്ലാം ഫുൾ ചാർജ് ആയി ഈ കേസിൽ തന്നെ വെക്കും. അപ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് നോക്കി ഏതിലൊക്കെ ബാറ്ററി ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റും. ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററി ഉള്ളിലുള്ള സിസ്റ്റം കരുതുന്നത് ഇതിപ്പോൾ കേസിലാണല്ലോ, ഒന്നുകിൽ ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ ഫ്ലൈ ചെയ്യാനോ ഒക്കെ ഉള്ള പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്താ വെച്ചാൽ ആ ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാതെ ഫുൾ ചാർജിൽ തന്നെ ബാറ്ററി കീപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബാറ്ററി ബൾജ് ചെയ്യാനും കേടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ബാറ്ററിയുടെ കോണ്ടാക്ട്സ് ഒക്കെ ഇതിൽ ടച്ച് ചെയ്യുന്ന കാരണം ഇതിനുള്ളിലുള്ള സിസ്റ്റം വർക്ക് ചെയ്യില്ല. നേരെ മറിച്ച് ഈ ഒരു കേസിൽ നിന്നുള്ള പിന്നെ നിർദ്ദേശങ്ങൾ വരുന്നത് വെച്ചാൽ അതിന് ബാറ്ററി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഡ്രോണിലാണോ ഇത് എവിടെയാണോ എന്നുള്ളത് ബാറ്ററിക്ക് അറിയാത്തത് കൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മളെ ബാറ്ററി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് സിസ്റ്റം സംവിധാനം വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും സൂക്ഷിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാറ്ററി ഈ കേസിൽ വെച്ചാൽ നമ്മൾ ബാറ്ററി കേടാവാൻ സാധ്യത കൂടുതലാണ്, കാരണം ഡിസ്ചാർജ് ആയി പോകാത്തതുകൊണ്ട്. ഇപ്പോൾ ഈ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബാറ്ററി ഇപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്തു, യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം 5%, അതായത് ബാറ്ററി നമ്മളിങ്ങനെ പേഴ്സണലി നമ്മൾ ഇത് കേസിലൊന്നും വെക്കാതെ വേറെ വെക്കുകയാണെങ്കിൽ ഈ ബാറ്ററിയുള്ള സിസ്റ്റം, ഇൻ്റലിജൻറ്റ് സിസ്റ്റം ഒരു ദിവസം 5% ബാറ്ററി ചാർജ് കുറക്കും. അങ്ങനെ 5 ദിവസം കൊണ്ട് 25% കുറച്ചിട്ടവിടെ നിർത്തും. അതിന്ന് പിന്നെ കുറക്കൂല, ഡെയിലി കുറക്കൂല. അപ്പോൾ 75% ബാറ്ററി ആയി കഴിഞ്ഞാൽ ആ ഡിസ്ചാർജ് ചെയ്യുന്ന പരിപാടി അവിടെ നിർത്തും. ആ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസങ്ങളിൽ നമുക്ക് തൊട്ട് നോക്കിയാൽ ഈ ബാറ്ററിക്ക് ഒരു ചെറിയ ചൂടുണ്ടാവും. ഡിസ്ചാർജിങ് കഴിഞ്ഞാൽ ആ ചൂട് പോകും, അതോടെ ആ ബാറ്ററി ഇങ്ങനെ ആ ഒരു 70-75% നിൽക്കും. പിന്നെ നമ്മൾ സാധാരണ ബാറ്ററികൾ വീക്കാണ് പോലെ കുറേ വെച്ച് കഴിഞ്ഞാൽ 1%, 1% വെച്ചിട്ട് ഡെയിലി കുറയും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി നമ്മൾ പുറത്തെടുത്ത് വെക്കുകയാണെങ്കിൽ 5% വെച്ചിട്ട് നമ്മൾ ബാറ്ററി സേഫായിട്ട് ബൾജ് ചെയ്യാതെ പൊട്ടാതെ വീക്കാവാതെ നിന്നോളും.
ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ബാറ്ററി ചാർജ് ഇറങ്ങി പോകില്ല. ഇതുപോലെ തന്നെ ഡ്രോണിൽ വെച്ചാലും സ്ഥിതി. അപ്പോൾ ഒരു കാരണവശാലും നമ്മളെ ഈ DJI ബാറ്ററികൾ ഈ കേസിലോ ഡ്രോണിലോ സൂക്ഷിച്ച് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബാറ്ററി ഇറങ്ങിപ്പോവാതെ നമ്മുടെ ബാറ്ററി ഡാമേജ് ആവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. മാത്രമല്ല ബാറ്ററിയുടെ ലൈഫ് സ്പാൻ ഒരുപാട് കുറയും. ഇപ്പോൾ നമുക്ക് 2 വർഷം യൂസ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററി ആണെങ്കിൽ ചിലപ്പോൾ ഒരു 4-5 മാസം കൊണ്ട് തന്നെ കേടുന്നു പോകും. അപ്പോൾ ഇതിലൊരിക്കലും സൂക്ഷിച്ച് വെക്കരുത്. വേണമെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് ഇതിൽ വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കാം. തിരിച്ചിട്ട് ഇങ്ങനെ അമർത്തുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ ഒരു ചെറിയ വരയും കുറയും ഡാമേജ് ഒക്കെ വരും ഇതിനുള്ളിൽ ഇതൊക്കെ തട്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു സ്റ്റിക്കറിനൊക്കെ ബാധിക്കും, ഒരു ടൈറ്റ് ആയിരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റബ്ബർ ബാൻഡ് യൂസ് ചെയ്യണത്. ഇതിൽ തന്നെ നമുക്ക് വെക്കണമെന്നില്ല, ഊരിയിട്ട് വെക്കാം. പക്ഷേ നമ്മൾ ബാഗിലൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ ഇതുപോലത്തെ ഒരു ബാറ്ററി റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മളെ ഈ ബാറ്ററിയുടെ കോണ്ടാക്ട്സ് വരുന്ന ഭാഗത്ത് നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഇടാം. ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഈ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ എന്താ സുഖം എന്ന് വെച്ചാൽ പിന്നെ കണ്ട ഈ കോണ്ടാക്ട്സുകളൊന്നും ഇവിടെ തട്ടുന്നില്ല. ഈ കോണ്ടാക്ട്സ് തട്ടാതെ അവിടെ റബ്ബർ ബാൻഡ് ഇരിക്കുക. അത് നമുക്ക് പ്രസ് ചെയ്താലൊന്നും ഇത് ലൈറ്റൊന്നും കത്തൂല. ബാറ്ററി ഉണ്ടാവും റബ്ബർ ബാൻഡിലാണ്. ആ കോണ്ടാക്ട്സിന് അവിടെ റബ്ബർ ബാൻഡ് ഇങ്ങനെ ടച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് സേഫായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ വെക്കുകയാണെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. മറിച്ച് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരു പരിധി വരെ താഴ്ന്നു നിൽക്കും. പക്ഷേ ബാറ്ററിയിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടും. ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഡ്രോണിലും സൂക്ഷിക്കരുത്. കാരണം ഈ ബാറ്ററിക്ക് ബട്ടൺ ഇല്ലാത്തതുകൊണ്ട് അത് ഡ്രോണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും അതിൻ്റെ ബാറ്ററി ഡിസ്ചാർജ് ആവുക, നമുക്ക് സേഫായിട്ട് ബാറ്ററി സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഈസി ആയിട്ട് ജസ്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. അതിലേക്ക് നമുക്ക് ഊരിയിട്ട് കവറിലൊക്കെ ഇട്ട് വെക്കുക. റബ്ബർ ബാൻഡ് തിരഞ്ഞെടുക്കണ്ട, കവറിലിട്ട് വെക്കാം. അതിലേക്ക് ബാഗിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ DJI Mini 2 ബാറ്ററി അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഇഷ്യൂ ഒന്നുമില്ല. ഫുൾ ചാർജ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് 5 ദിവസം കൊണ്ട് അത് നോർമലി 70-75% എത്തും. അത് അവിടെ നിന്നോളും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. സൂക്ഷിക്കണം, ഇങ്ങനെ സൂക്ഷിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ മറ്റ് ഡ്രോണുകളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇപ്പം ഈ എയറിനൊക്കെ നമുക്ക് ഡ്രോണിൻ്റെ ഉള്ളിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ഇവിടെ നമ്മൾ ഓൺ ചെയ്യാത്തടത്തോളം കാലം ഇത് ഡ്രോണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ആ ഇഷ്യൂ സാധാരണഗതിയിൽ വരാനില്ല. പക്ഷേ സേഫ് സെപ്പറേറ്റ് ആയിട്ട് ബാറ്ററി സൂക്ഷിക്കണം തന്നെയാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ കോവിഡ് മഹാമാരിയുടെ കാലം നമുക്കറിയാം. തരംഗം 2 ഇനി തരംഗം 3 ഒക്കെ വരണത്ര വളരെയധികം സൂക്ഷിക്കുക. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കാതെ. എനിക്ക് വരില്ല എന്നുള്ളൊരു വിശ്വാസം വേണ്ട, ആർക്കും വരും. അതുകൊണ്ട് നന്നായിട്ട് സേഫായിട്ട് അകലം പാലിച്ച് നിൽക്കുക. കൈകളൊക്കെ എപ്പോഴും സോപ്പിട്ട് വാഷ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സംഭവമായതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വളരെയധികം കെയർ ചെയ്യണം. സോ സ്റ്റേ സേഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.